ാക്കി ഒന്ന് ദുആ ചെയ്യാം. കൂട്ടുകാരേ, എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ പക്കൽ ഹബീബിലേക്ക് അടുക്കാൻ വല്ലതുമുണ്ടോ? ഞാൻ രണ്ട് മഹാന്മാർ ഇവിടെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ എന്നോടും നിങ്ങളോടും ഒരു കാര്യം ചോദിക്കുകയാണ്. ഹബീബായ തിരുനബിതങ്ങളിലേക്ക് ചേരാൻ നമ്മുടെ പക്കൽ വല്ലതും ഉണ്ടോ? സഹാബാക്കൾക്ക് സുഹബത്തില്ലേ? അതുതന്നെ ലോകത്തെ ഏറ്റവും വലിയ ഡിഗ്രിയാണ്. സഹവാസമെന്നത് വലിയ ഒരു യോഗ്യതയാണ്. ആ സുഹബത്തിനെ വെല്ലാൻ വേറെ ഒരു ഡിഗ്രിയും കടന്നു വന്നിട്ടില്ല. സുഹബത്തിനെ കുറിച്ച് മാത്രം നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാവാം. ആ സുഹബത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ടില്ലേ ലോകം മുഴുവനും? ഹബീബായ തങ്ങളുടെ ചാരത്തിരുന്നത് കൊണ്ട് സ്വർഗം നേടിയവരാണ്. സന്നിധിയിലെത്തിയത് കൊണ്ട് പറുദീസ കിട്ടിയവരാണ് സ്വഹാബത്ത്. ആ സ്വഹബത്തിനെ വെല്ലാൻ ലോകത്തൊരു ഡിഗ്രിയും ഇല്ല. പിൻഗാമികളായ മഹാന്മാരായ താബിഉകൾ സ്വഹബത്ത് ലഭിച്ചവരെ കണ്ടതല്ലേ? ഇത്തിബാ, പിന്തുടരുക എന്ന മഹത്വമാണ്. അടുത്ത തലമുറയോ തുടർന്നവരെ തുടർന്നെന്ന മഹത്വമാണ്. നമ്മുടെ കയ്യിൽ ഒരു അമലുമില്ല. നമ്മുടെ കയ്യിൽ കോടാനുകോടി സ്വലാത്ത് ചൊല്ലിയതില്ല. നമ്മുടെ കയ്യിൽ ഇമാമീങ്ങളെപ്പോലെ രചന നടത്തിയതില്ല. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരുപാട് നന്മകളുടെ ഭാണ്ഡങ്ങളില്ല. ഉഹദ് മലയോളം പൊന്ന് നിങ്ങൾ നൽകിയാലും സ്വഹാബത്ത് നൽകിയ ഒരു നാണയത്തിന്റെ സ്ഥാനത്തെത്തൂല, അതിന്റെ പകുതി എത്തൂല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മനാഖിബുസ് സഹാബയിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഈ നല്ല സദസ്സിൽ വെച്ചുകൊണ്ട് ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ 2 അധ്യായങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഉണർത്തുകയാണ്. ഇത് ഒരു വഅദിന്റെ കേവലമായ മജ്ലിസല്ല. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടുന്ന് പിരിയുന്ന നേരത്ത് ഇവിടെ വന്നപ്പോഴുള്ളതിനേക്കാൾ മഹബ്ബത്തിന്റെ വർധനവ് ഞങ്ങളുടെ കൽബിൽ നൽകിയിട്ടല്ലാതെ ഞങ്ങളെ ആരെയും മടക്കല്ലേ റഹ്മാനേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും ഒന്ന് കനവിൽ കണ്ട്, അല്ല ഒരുപാട് തവണ ഹബീബിനെ കനവിൽ കണ്ട് ആനന്ദിക്കാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന ഞങ്ങളുടെ മരണത്തിന്റെ ഘട്ടത്തിൽ മുത്തുനബി തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിൽ നിന്ന് മഹബ്ബത്തിന്റെ 2 കഥ പറയാനുണ്ട്. എന്നിട്ടൊരൽപ്പം സ്വലാത്ത് ചൊല്ലാനുണ്ട്. ഹബീബിലേക്കൊന്ന് ലയിക്കാനുണ്ട്. ഹബീബിലേക്കൊന്ന് ചേരാനുണ്ട്. ആ ഹബീബിലേക്ക് മനസ്സു ചേർത്ത് തഖ്വയോടെ അല്ലാഹ് എന്ന് നമുക്കൊന്ന് വിളിക്കാനുണ്ട്. എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഇത് ഹിദായത്തിന്റെ മജ്ലിസാകണേ. വല്ല പെങ്ങന്മാരും സീരിയലുകൾ കാണുന്നവരുണ്ടെങ്കിൽ ഇന്നു തന്നെ നിർത്തിയിട്ട് എനിക്കെന്റെ ഹബീബിനെ കാണണമെന്ന നീയത്തോടെ ഒന്ന് സ്വലാത്ത് ചൊല്ലിത്തുടങ്ങണേ. സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ അനാവശ്യങ്ങളിൽ ഇടപെട്ടു പോകുന്നവരുണ്ടെങ്കിൽ ഇന്നു തന്നെ ഒരു നിയന്ത്രണത്തിന് തീരുമാനമെടുക്കണേ. സിനിമ കണ്ടുപോയവരുണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെങ്കിൽ
ഇന്നു തന്നെ അതിൽ നിന്നൊന്ന് മടങ്ങിയിട്ട് ലോകത്തൊരു സിനിമയുടെയും സൗന്ദര്യമല്ല ഹബീബായ തിരുനബിതങ്ങളുടെ പ്രകാശം പൊഴിക്കുന്ന വദനങ്ങൾ കിനാവിലൊന്ന് കാണാനായാൽ ലോകത്തൊരു കാഴ്ചയ്ക്കും അതിനെ വെല്ലാനാവില്ല. അല്ലാഹുവേ, പകല് മുഴുവനും നിന്റെ ദീനിന്റെ ദഅവത്തിനും ഖിദ്മത്തിനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകി രാത്രിയിലോ മറ്റോ ഞങ്ങൾ അല്പമൊന്ന് മയങ്ങുമ്പോൾ ഞങ്ങളുടെ ഹബീബായ തങ്ങളുടെ ഒരു കാഴ്ച ഇമാമിങ്ങൾക്ക് നൽകിയതുപോലെ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. മഹാനായ അനസ് ബിൻ മാലിക് തങ്ങൾ പരലോകത്തോടിച്ചെല്ലും. അവിടുന്ന് ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് അനസ് ബിൻ മാലിക് തങ്ങളെന്ന 10 വയസ്സുള്ള മോനെ കൊടുക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ തങ്ങളെ ഹുവൈദിമുക ഉനൈസ്, തങ്ങളുടെ കൊച്ചു സേവകനായി ഈ കുഞ്ഞനസിനെ ഒന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് സമ്മാനം നൽകിയ മോനാണ്. ആ അനസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ എന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. ചെന്നിട്ട് പറയുമേ അന ഹുവൈദിമുക ഉനൈസ്, അന ഹുവൈദിമുക ഉനൈസ്, ഞാൻ അവിടുത്തെ കൊച്ചു സേവകനായ കുഞ്ഞനസാണ്. ഓടിച്ചെല്ലാൻ അനസ് ബിൻ മാലിക് തങ്ങൾക്ക് അർഹതയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതില്ല. പാതിരാവിന്റെ പഴുതിലും മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ മുത്തുനബി തങ്ങൾ ചോദിക്കും, ഐനൽ ഉലാമുദ് ദൗസി, ആ ദൗസുകാരനായ കുട്ടി എവിടെ? അബൂ ഹുറൈറ തങ്ങളെ അന്വേഷിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ തങ്ങൾക്ക് മുത്തുനബി തങ്ങളുടെ അടുത്തു ചെല്ലാൻ ഒരവകാശമുണ്ട്. അല്ലാഹ്, ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല. ഔദാര്യം കൊണ്ട് ഞങ്ങളെ അടുപ്പിച്ചു തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഈ പരമ്പരയിൽ ചിലതെനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു നമ്മളെ മുഴുവനും മുത്തഖീങ്ങളിൽ മുഹിബ്ബീങ്ങളിൽ ആശിഖീൻ